കെട്ടിപ്പിടിച്ച് കൂടെ നടന്നവരോടൊന്നേ അവൻ അവളെയും കൊണ്ട് മുങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. മിടുക്കനാ മിടുമിടുക്കൻ. എന്നാലും ഇതൊരു മറ്റോടത്തെ പരിപാടിയായിട്ടാ. അവനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളിച്ച കളിയാ. ഘോഷയാത്രയുടെ ഇടയ്ക്കൂടെ ഒരു പുലിക്കളി കുത്തിയിറക്കി നാട്ടുകാരെ പൊട്ടന്മാരാക്കിയിട്ട് അവൻ മിടുക്കനായിപ്പോ. ഇയാളും കൂടി അറിയട്ടോ മുങ്ങിയത്. ഇയാളുടെ വലിയ ശിഷ്യനല്ലേ? പരിപാടിക്ക് തൊട്ട് മുമ്പ് തന്നെ മുങ്ങാൻ എന്താ കാരണം? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആളോട് പറയണെന്ന് വെച്ചാ ഈ മനോരേട്ടൻ കുറച്ചു ദിവസമായിട്ട് സീഡ് വീട്ടിൽ പോവാറുണ്ടായിരുന്നു. ഇതവളുടെ കെട്ടിയവൻ അറിഞ്ഞപ്പോ അവളെ തല്ലി ഒരു പരുവാക്കി. ഇതറിഞ്ഞ മനോരേട്ടൻ കൊല്ലത്ത് പോയി അയാളെ തല്ലി കൊല്ലാറാക്കിയത്ര. സംഭവം ഇപ്പോ പോലീസ് കേസായി. അപ്പൊ എന്തുണ്ടായേ? രണ്ടുപേരും മുങ്ങി. ഈ ഘോഷയാത്രയും വേണ്ട, പുലിക്കളി വേണ്ട, എല്ലാം അങ്ങോട്ട് നിർത്താം. ആകെ നാണക്കാടായി. അതൊന്നും പറ്റില്ല. നമുക്കേ ഘോഷയാത്ര നടത്തണം. മനോഹരം കാശിറക്കണ പുലിക്കളി നടത്തണം. ജോസ് വീട്ടിൽ പോകട്ടെ. അതെന്ത് ന്യായമില്ലാത്ത വർത്താനായി പറഞ്ഞ? നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ടല്ലേ ജോസ് ഇതിൽ ഇറങ്ങിയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ട് ഇയാൾ തേറ്റി നിർത്തി കുടി നിർത്തി. എന്നിട്ട് അവസാനം എല്ലാം വേണ്ടാക്കുമ്പോ ഇയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനൊന്നും ഒരു വിലയില്ലേ. എന്നാ പിന്നെ എന്താ വേണ്ടെന്ന് ഇയാൾ പറയട്ടെ. അവൻ പറയട്ടെ. ജോസേ,